സർക്കാർ അനുകൂല നിലപാടെടുത്ത് NSS നേതൃത്വം വെട്ടിലായോ? ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ സംഘടനയിൽ പടയൊരുക്കം നടക്കുകയാണോ? അതോ പുറത്തു കാണുന്നത് ഒറ്റപ്പെട്ട പൊട്ടിത്തെറികൾ മാത്രമാണോ? സർക്കാരുമായി എന്തെങ്കിലും ധാരണയുണ്ടെങ്കിൽ അക്കാര്യം ജനറൽ സെക്രട്ടറി വിശദീകരിക്കണമെന്ന ആവശ്യമാണ് ചില കരയോഗങ്ങൾ ഉയർത്തുന്നത്. പൊട്ടിത്തെറിച്ച് പുറത്തുപോയവരുണ്ട്, പരാതി പറയുന്നവരുണ്ട്. വെച്ചതാരെന്നറിയില്ലെങ്കിലും സുകുമാരൻ നായരെ കട്ടപ്പയോട് ഉപമിച്ച ചില ഫ്ലക്സുകളും കാണുന്നുണ്ട് 2 ദിവസമായി. ഏതായാലും ആഗോള അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ചതിന്റെ കാരണവും പിണറായി സർക്കാരിന് പിന്തുണ നൽകുന്ന സാഹചര്യവും അംഗങ്ങളോട് NSS നേതൃത്വം വിശദീകരിക്കും. LDF സർക്കാരിന്റെ 3ാം വരവിന് NSS പിന്തുണ ഗുണം ചെയ്യുമെന്ന് CPIM വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങേയറ്റം കരുതലോടെയാണ് കോൺഗ്രസിന്റെ പ്രതികരണം. ആദ്യം RDX റാം. NSSന്റെ ഈ വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ അംഗീകരിക്കുന്നതിനുള്ള പൊതുയോഗമാണ് ചങ്ങനാശ്ശേരി പെരുന്നയിലെ ഹെഡ് ഓഫീസിൽ നാളെ അടിയന്തരമായി ചേരുന്നത്. അധ്യക്ഷന്റെ റിപ്പോർട്ട് അവതരണത്തിന് മുൻപുള്ള പ്രസ്താവനയിൽ സമുദായം സ്വീകരിച്ച പുതിയ രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. പിണറായി സർക്കാരിന് പിന്തുണ നൽകുന്ന സാഹചര്യം നേതൃത്വം സമുദായ അംഗങ്ങളെ ബോധ്യപ്പെടുത്തും. സംഘടനാ നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കില്ലെന്ന് വിവിധ കരയോഗങ്ങൾ നിലപാടെടുത്ത സാഹചര്യത്തിലാണ് നീക്കം. സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചതിൽ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ വലിയ പ്രതിഷേധം സംഘടനയ്ക്കുള്ളിൽ ഉയരുന്നുണ്ട്. സമുദായത്തിനെതിരായ രാഷ്ട്രീയ നിലപാടാണ് ജനറൽ സെക്രട്ടറി സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് വിമർശനം. NSS നിലപാടിനോട് ഇന്നും കരുതലോടെയാണ് കോൺഗ്രസിന്റെ പ്രതികരണം. NSS ഉൾപ്പെടെ സമുദായ സംഘടനകൾക്ക് അവരുടെ നിലപാടെടുക്കാമെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലിലൂടെ NSSന്റെ വിശ്വാസം വീണ്ടെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് BJP. CPIM നിലപാട് ഇരട്ടത്താപ്പെന്നും ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന വിമർശനമാണ് UDF ഉയർത്തുന്നത്. RDX റാപ്പ് ന്യൂസ് മലയാളം. NSS പിന്തുണ അധികാരത്തിലെ 3ാം വരവിന് ഗുണം ചെയ്യുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് CPIM. LDFന് എല്ലാ വിഭാഗത്തിന്റെയും വോട്ട് വേണമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വാക്കുകളിലേക്ക്. ഒരു 3ാം ഘട്ടത്തിലേക്കുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രവേശനം, അതിന് കേരളം ഒരുങ്ങുന്നു. എല്ലാ വിഭാഗം ജനങ്ങളുടെയും നല്ല പിന്തുണയോടുകൂടിയാണ് ആ മുന്നേറ്റം ഉണ്ടാവുന്നത് എന്നതിൻ്റെ തെളിവാണ് ഇതെല്ലാം തന്നെ. ഞങ്ങൾക്ക് കേരളത്തിലുള്ള എല്ലാവരുടെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെയും വോട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭ്യർത്ഥിക്കുന്നത്. NSSുമായി ഒരു തർക്കവുമില്ല എന്ന് കോൺഗ്രസ്. സംഘടനയുടെ സമദൂര സിദ്ധാന്തത്തിൽ ഒരസ്വസ്ഥതയുമില്ല എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അവരൊരു വിഷയത്തിൽ അവരൊരു അഭിപ്രായം പറഞ്ഞതിന് ഞങ്ങൾ തമ്മിൽ വഴക്കിടേണ്ട ആവശ്യമില്ലല്ലോ. അവർ സമദൂരമാണ് സിദ്ധാന്തം, അവരുടെ സമദൂര സിദ്ധാന്തം അത് തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് അതിൽ ഞങ്ങൾ അസ്വസ്ഥരാവേണ്ട കാര്യം? എന്താണ്? ഇതേ വാക്കുകൾ തന്നെ UDF കൺവീനർ അടൂർ പ്രകാശും ആവർത്തിച്ചു. UDFന് അനുകൂലമായ തീരുമാനം NSSൽ നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. UDFനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ തർക്കങ്ങളും അവരുമായിട്ടില്ല. എന്തായാലും അവരുമായി പല കാര്യങ്ങൾക്കും ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഞങ്ങൾ ഒന്നിച്ചു പോകും. UDFന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം അവരിൽ നിന്നുണ്ടാകും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സുകുമാരൻ നായരുടെ CPIM അനുകൂല ഇടപെടൽ NSS നിലപാടായി അംഗീകരിക്കില്ലെന്നാണ് ചില കരയോഗങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നത്. രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച് G സുകുമാരൻ നായരുടേത് വീണ്ടും വിചാരമില്ലാത്ത ഇടപെടലാണെന്നാണ് കണയന്നൂർ കരയോഗത്തിന്റെ വിമർശനം. അതുകൂടി കേൾക്കാം. സുകുമാരൻ നായരുടെ നിലപാട് സ്വജനപക്ഷപാതവും അവിവേകവുമാണെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത്തരം നിലപാടുകൾ തുടരരുത്. അതിൽ നിന്ന് അദ്ദേഹം എത്രയും വേഗം പെട്ടെന്ന് പിന്തിരിയണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടുന്നത്. ഇവിടെ രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല, യാതൊന്നുമില്ല ഞങ്ങൾക്ക്. പക്ഷേ നിലപാട് വേണം. ആ ഒരു നിലപാടിൽ നിന്ന് NSS പോലെയുള്ള ഒരു സംഘടന വ്യതിചലിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്യന്തം ഖേദകരമാണ്. അതിലുള്ള രൂക്ഷമായിട്ടുള്ള പ്രതിഷേധവും ഞങ്ങളിവിടെ രേഖപ്പെടുത്തുകയാണ്. സുകുമാരൻ നായരോട് എതിർപ്പ് ഈ മട്ടിൽ ചിലയിടത്തൊക്കെ പ്രകടമാണ്. പത്തനംതിട്ട പ്രമാടം ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ ജനറൽ സെക്രട്ടറിക്കെതിരെ പ്രതിഷേധ ബാനർ ഉണ്ടായി. പിണറായിക്ക് പാദസേവ ചെയ്യുന്ന കട്ടപ്പയായി മാറിയ സുകുമാരൻ നായർ എന്നാണ് അദ്ദേഹത്തെ പരിഹസിക്കുന്നത്. ഭാരവാഹികൾ അറിഞ്ഞല്ല ബാനർ ഉയർത്തിയതെന്ന് പ്രമാടം കരയോഗം വിശദീകരിച്ചിട്ടുണ്ട്. പത്തനംതിട്ട വെട്ടിപ്രം കരയോഗ കെട്ടിടത്തിന് മുന്നിലും കഴിഞ്ഞ ദിവസം ബാനർ പ്രതിഷേധമുണ്ടായി. ചങ്ങനാശ്ശേരി പുഴവാതിൽ ഒരു കുടുംബത്തിലെ 4 പേർ NSS അംഗത്വം രാജിവെച്ചു. അത് ഒരു വലിയ പ്രതിഷേധം എന്ന് നമുക്ക് തൽക്കാലം പറയാനും കഴിയില്ല. രാജി ശബരിമല വിഷയത്തിലെ നിലപാട് മാറ്റത്തിൽ പ്രതിഷേധിച്ചാണ് എന്നറിയിച്ച് ഇവർ കരയോഗത്തിന് കത്ത് നൽകിയിട്ടുണ്ട്.
നാമജപയാത്രാ കേസുകൾ പിൻവലിക്കാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയോ എന്നാണ് വിമർശകർ ചോദിക്കുന്നത്. സർക്കാരുമായി ധാരണകളുണ്ടെങ്കിൽ കരയോഗങ്ങളെ അറിയിക്കണമെന്നും ആവശ്യമുണ്ട്. പെട്ടെന്ന് ആണ് ഈ ഇടത് ചായ്വ് ഇത്രയും പ്രകടമായി മുന്നോട്ട് വരുന്നത്. അയ്യപ്പ സംഗമവുമായി NSS സഹകരിച്ചു. ശബരിമല വിഷയത്തിൽ സർക്കാരിന് ഒപ്പമെന്ന് നിലപാടുമെടുത്തു. അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ച കോൺഗ്രസിനെ വിമർശിക്കുകയും ചെയ്തു. കോൺഗ്രസിന് ഹിന്ദു വോട്ട് വേണ്ടെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ശബരിമലയിൽ ആചാരം സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന കുറ്റപ്പെടുത്തലുമുണ്ടായി. ഇടത് സർക്കാരിൽ സുകുമാരൻ നായർ വിശ്വാസം രേഖപ്പെടുത്തി. LDF പറഞ്ഞ വാക്ക് പാലിച്ചു എന്നും G. സുകുമാരൻ നായർ പറഞ്ഞു. എന്നാൽ ഈ നിലപാട് കൂടി ഇങ്ങനെ പ്രകടമായി വന്നതോടെ സർക്കാരിനെതിരെ സമസ്ത തിരിഞ്ഞിട്ടുണ്ട്. സർക്കാർ വിലാസം ഭക്തസംഘം എന്ന പേരിൽ മുഖപ്രസംഗം എഴുതിയിരിക്കുകയാണ് സമസ്ത മുഖപത്രം സുപ്രഭാതം. അയ്യപ്പ സംഗമം മത സാമുദായിക സംഘടനകളെ ഒപ്പം നിർത്താനുള്ള സർക്കാരിന്റെ കൈവിട്ട കളിയാണ് എന്നാണ് പറയുന്നത്. വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ കയറ്റിയതിനും യോഗിയെ ക്ഷണിച്ചതിനും വിമർശനമുണ്ട്. എത്ര വെള്ള പൂശിയാലും പുള്ളിപ്പുലിയുടെ പുള്ളി തെളിഞ്ഞു വരുമെന്ന് സുപ്രഭാതത്തിന്റെ വിമർശനം. ഇതാണ് പൊതു സാഹചര്യം. സനീഷ്, ഇക്കാര്യത്തിൽ NSS മാത്രമല്ല കക്ഷി, NSS ഉണ്ട്, അപ്പുറത്ത് SNDP ഉണ്ട്. നേരത്തെ തന്നെ ഇപ്പോൾ സമസ്ത പറയുമ്പോൾ SNDPയുടെ പിന്തുണയെക്കുറിച്ച് കൂടി പറയുന്നുണ്ട്, വെള്ളാപ്പള്ളി നടേശൻ്റെ പിന്തുണയെക്കുറിച്ച് പറയുന്നുണ്ട്. സമസ്ത ഇപ്പോൾ ഇതിലൊരു പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇങ്ങനെ പലതാണ് സംഭവിക്കുന്നത്. എങ്ങനെയാണ് NSSൻ്റെ ഈ നിലപാട് തുടർന്നങ്ങോട്ടുള്ള രാഷ്ട്രീയ ചർച്ചകളിൽ സ്ഥാനം നേടുക? ഉറപ്പായിട്ടും ഇത് അങ്ങോട്ടുള്ള ചർച്ചകളിൽ പ്രധാനപ്പെട്ടൊരു വിഷയമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേയല്ലോ. പ്രത്യേകിച്ച് MP ഗോവിന്ദൻ മാസ്റ്റർ 3ാം തവണ ഞങ്ങൾ ഭരിക്കാൻ പോവുകയാണ്, അതിനുള്ളൊരു തെളിവായിട്ടാണ് ഈ NSSൻ്റെ പിന്തുണയെ കാണുന്നതെന്ന് പറഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ചർച്ചയില്ല. പക്ഷേ വലിയൊരു ടെൻഷൻ ഈ UDF പുറത്ത് കാണിക്കുന്നില്ല എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് കാണണം. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ NSSൻ്റെ സുകുമാരൻ നായരുടെ നിലപാടിനെതിരെ NSSനകത്ത് നിന്ന് എതിർപ്പുകൾ ഉയരുന്നു എന്ന മട്ടിലാണല്ലോ വാർത്തകളെല്ലാം വരുന്നത്. എതിർപ്പുകളുണ്ട്, പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് ഒരിടത്തൊരു ചെറിയ പോസ്റ്റർ കട്ടപ്പയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്, മറ്റൊരിടത്ത് ഒരു കുടുംബത്തിലെ 4 ആളുകൾ NSS വിട്ടത്രേ. എന്ന് വെച്ചാൽ ചങ്ങനാശ്ശേരി തന്നെയാണ്, പക്ഷേ എന്നാലും NSS പോലൊരു വലിയ സംഘടനയിലെ മെമ്പർമാരായിരിക്കുന്ന തരത്തിൽ എന്തോ കാരണത്താൽ അതൃപ്തിയായിരിക്കുന്ന വേറെ ഏതെങ്കിലും പാർട്ടിക്കാരായിരിക്കും. അവരൊരു ചാൻസ് കിട്ടിയപ്പോൾ രാഷ്ട്രീയമായിട്ട് അങ്ങോട്ട് മാറി എന്നല്ലാതെ NSSനെ സുകുമാരൻ നായരെ പിടിച്ചു കുലുക്കുന്ന എന്തെങ്കിലും ഇടപെടൽ ഇവിടെ ഉണ്ടായോ? ഒന്നും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, പക്ഷേ സുകുമാരൻ നായർ എന്താ പറഞ്ഞിരിക്കുന്നത്? അയ്യപ്പ സംഗമത്തിൽ ഞങ്ങൾക്ക് ഈ ഒരു നിലപാടുണ്ട്, അയ്യപ്പ സംഗമത്തിൽ ഞങ്ങൾ അതിനനുകൂലമാണ്. ശബരിമല വിഷയത്തിൽ മറ്റ് 2 പേരും വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നത്, മറ്റു 2 പേരും പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചിട്ടില്ല. B. മുരളീധരൻ പറഞ്ഞു നിയമം കൊണ്ടുവരും പ്രത്യേകമായിട്ട് എന്ന് പറഞ്ഞു, ഒന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നല്ലോ. പിന്നെ BJP, കോൺഗ്രസ് ആണെങ്കിൽ ആദ്യം അനുകൂലിക്കുകയാണ് ചെയ്തത്, BJPയും അനുകൂലിക്കുകയാണ് ചെയ്തത് ഈ സ്ത്രീ പ്രവേശനത്തെ. പക്ഷേ ഞങ്ങൾ നാമജപ ഘോഷയാത്ര നടത്തി നിറയെ ആൾ വന്നപ്പോൾ ഇവർ ഇങ്ങോട്ട് വരികയായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് അതിനുശേഷം അവരൊന്നും ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, ഒന്നുകൂടെ നമുക്ക് ഇൻ്റർവ്യൂ തന്നതിന് പിറ്റേ ദിവസമാണ് പത്രങ്ങൾക്ക് ഇൻ്റർവ്യൂ കൊടുത്തത്. എന്ന് വെച്ചാൽ നമുക്ക് ഇൻ്റർവ്യൂ തന്നതിൻ്റെ പിറ്റേ ദിവസത്തെ പത്രങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ മനോരമയിലും മാതൃഭൂമിയിലും വന്നത്. മനോരമയിൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെടാറുണ്ടോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയും ഞാനും ഫോണിൽ സംസാരിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ടെന്ന്. അപ്പോൾ നമ്മൾ അത്ഭുതകരമായിട്ട് അറിയാണ്, NSSൻ്റെ ജനറൽ സെക്രട്ടറിയുമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്ന് വെച്ചാൽ വലിയതായിരിക്കും ഉണ്ടാവുമായിരിക്കും, എങ്കിലും ഫോണിൽ സംസാരിക്കാൻ മാത്രം ബന്ധം അവർ തമ്മിലുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, UDFൻ്റെ കാലത്ത് എപ്പോഴും UDFൻ്റെ നേതാക്കൾ പെരുന്നയിലേക്ക് പോകും. സുകുമാരൻ നായരുടെ വീട്ടിലേക്കും ആ പെരുന്നയിൽ ആസ്ഥാനത്തേക്കും പോയിട്ട് മന്നത്തിൻ്റെ അവിടെ പുഷ്പ വാരി വിതറിയ ശേഷം ഇവർ അങ്ങോട്ട് സന്ദർശിക്കുന്ന സ്ഥിരം പതിവ് പരിപാടിയാണ്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് അങ്ങനെ ചെയ്യാറില്ല, NSS പ്രതീക്ഷിക്കാറില്ല. അവിടേക്ക് അങ്ങ് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരോ മന്നത്തിൻ്റെ ആസ്ഥാനത്ത് നിന്നിട്ട് പുഷ്പം വിതറുന്നത് അങ്ങനെ സാധാരണഗതിയിൽ സാഹചര്യമുള്ളതല്ല. പക്ഷേ അവർ തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടായിട്ടുണ്ട് എന്ന കാര്യം നമ്മളുടെ മുന്നിലുണ്ട്. അദ്ദേഹം സുകുമാരൻ നായർ ആശുപത്രിയിലായിരുന്നപ്പോൾ പിണറായി വിജയൻ നേരിട്ട് പോയി സന്ദർശിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിന് ശേഷം കോൺഗ്രസ് നേതാക്കൾ ബന്ധപ്പെടാറുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ്സുകാർ വരാറുമില്ല, പോകാറുമില്ല, നേരത്തെ ബന്ധമുണ്ടായിരുന്നു, ആ ബന്ധം ഇല്ലാതാക്കി അവർ തന്നെയാണ് എന്നുകൂടെ പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഈ 2 പത്രങ്ങളുടെയും, അതായത് ആ പത്രങ്ങളുടെ ഇൻ്റർവ്യൂ ഞാൻ കോട്ട് ചെയ്യുന്നതിൻ്റെ കാരണം, അദ്ദേഹം എല്ലായ്പ്പോഴും ഇൻ്റർവ്യൂ കൊടുക്കുന്ന ആളല്ല. നമ്മളോട് തന്നെ തലേദിവസം സംസാരിച്ച് കഴിഞ്ഞിരുന്നു, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് പറഞ്ഞിട്ട്. ഈ പത്രങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സമദൂരം വിട്ടു എന്നാണോ ഇതിനർത്ഥം എന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നത് സമദൂരമൊക്കെ ഞങ്ങൾക്കുണ്ട്, തെരഞ്ഞെടുപ്പ് കാലത്തല്ലേ. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലം വരെ നിൽക്കുമോ എന്നുള്ള ചോദ്യം, ഏതാണ്ട് അങ്ങനെയുള്ളൊരു ചോദ്യത്തിന് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് തൊട്ട് മണിക്കൂറുകൾക്ക് മുമ്പുള്ള സംഭവങ്ങൾ പോലും തെരഞ്ഞെടുപ്പിനെ ബാധിക്കാം, ഞാൻ തെരഞ്ഞെടുപ്പിനെ കൊണ്ടൊന്നുമല്ല പറഞ്ഞിരിക്കുന്നതെന്ന് നല്ല കൃത്യമായിട്ട് അദ്ദേഹം, ഈ കാര്യങ്ങളൊക്കെ എത്രയോ വർഷമായിട്ട് കാണുന്ന ആളാണല്ലോ, വളരെ കൃത്യമായിട്ട് സ്റ്റാൻഡ് ചെയ്യുന്നൊരു കാര്യമായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാവുന്നതുപോലെ NSS എപ്പോഴും UDFൻ്റെ ഒരു ഘടകകക്ഷിയാണ്, ഒരു സ്ഥിരം ഘടകകക്ഷിയാണ്, ഒരു സ്വാഭാവിക സഖ്യകക്ഷിയാണ് NSS എന്ന കാര്യം നമുക്കറിയാമല്ലോ. അങ്ങനെ അല്ലാതെ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ പിന്നെ ഈ NSS പറഞ്ഞാൽ ഉടനെ നായന്മാരെല്ലാം ചെന്നിട്ട് അവിടെ പറയുന്നിടത്ത് നിന്ന് വോട്ട് ചെയ്യുക എന്നുള്ളത് NSSൻ്റെയോ SNDPയുടെയോ സാഹചര്യത്തിലില്ല. ചില മണ്ഡലങ്ങളെയൊക്കെ ബാധിച്ചേക്കാം എന്നല്ലാതെ. പക്ഷേ ഈ 2 സംഘടനകളുടെയും നേതൃത്വത്തിന്
രാഷ്ട്രീയത്തിൽ അവരുടെ വർത്തമാനങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാ കാലത്തും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇവിടെ NSSനകത്ത് എന്തെങ്കിലും വലിയ കൊട്ടാര വിപ്ലവം സുകുമാരൻ നായർക്കെതിരെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ലൈന് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇത് CPMനും LDFനും നല്ല ഗുണപരമായിട്ട് തന്നെയാണ് ഭവിക്കുക. UDFും കോൺഗ്രസ് നേതൃത്വവും ഒരു പരിധിവരെ ലീഗ് നേതൃത്വവും കൂടെ ഇപ്പോൾ ഇടപെട്ടില്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ചെറിയൊരു തട്ടുകേട് പറ്റാനുള്ള സാഹചര്യമാണ് ഉള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് നിശ്ചയമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള മുന്നോട്ട് പോക്കിനെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഹർഷനന്ദ ഇല്ലാതിരുന്ന RDX ആണ് നമ്മളിത് ചർച്ച ചെയ്തത്. ഞാനും ബിന്നിലുമായിരുന്നു ഒന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് അതൊന്നുകൂടി ആവർത്തിച്ചാൽ നിർത്താം. അതായത് അതിനകത്ത് ഈ NSS പിന്തുണക്കുന്നത് കൊണ്ട് LDF സർക്കാരിനൊരു ശക്തി കൂടി എന്നതല്ല ഞാൻ കാണുന്നത്. LDF സർക്കാരിന് മൂന്നാം തവണയും വന്നേക്കും എന്ന തോന്നലുണ്ടാക്കും വിധം ശക്തി കൂടിയതായിട്ട് കണ്ടിട്ട് NSS SNDPയും പോയിട്ട് പിന്തുണ കൊടുക്കുകയാണ് എന്നതാണ് എൻ്റെ പോയിന്റ്. തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പിനോടടുക്കുമ്പോൾ ഏറ്റവും ചെറിയ പിന്തുണയും ഇരുകൈ നീട്ടി സ്വീകരിക്കുക എന്നതാണ് സ്വാഭാവികമായും രാഷ്ട്രീയ കക്ഷികളുടെ ഒരു പൊതു നിലപാട്. അതിപ്പോൾ CPIM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, അവരങ്ങനെ തന്നെയാണ് ആ കാര്യത്തിലൊരു സമീപനം അവരുടേതായി ഉണ്ടാവുക. അതുതന്നെയാണ് ഇന്നിപ്പോൾ ഗോവിന്ദമാഷിൻ്റെ വാക്കുകളിൽ നിന്നൊക്കെ ആണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഒന്നല്ല 2 തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ ചിന്ത തീർച്ചയായും പ്രതികരണങ്ങളിൽ VD സതീശൻ്റെയും അടൂർ പ്രകാശിൻ്റെയും പ്രതികരണങ്ങളിലുണ്ട്. ഈ സംഭവങ്ങൾക്ക് ശേഷം വി മുരളീധരൻ അടക്കം സ്വീകരിച്ചിരിക്കുന്ന സമീപനം, BJP നേതൃത്വത്തിൽ നിന്നുണ്ടായിരിക്കുന്ന സമീപനവും തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ കണിച്ചുകുളങ്ങരയിലേക്ക് അദ്ദേഹം വി മുരളീധരൻ പോയിരിക്കുന്നതൊക്കെ. അപ്പോൾ സ്വാഭാവികമായും ആ പിന്തുണ എല്ലാം തേടും. അതിനപ്പുറത്ത് തീവ്രവർഗീയ ശക്തികളുടെയൊക്കെ പിന്തുണ തേടില്ല എന്ന് CPIMന് ഒരു നിലപാടുണ്ട്. സ്വാഭാവികമായും അത് RSSനെയോ അല്ലെങ്കിൽ SDPI പോലെയുള്ള പ്രസ്ഥാനങ്ങളെയോ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെയോ ഒക്കെയാണ് ആ നിലയ്ക്ക് ഉദ്ദേശിക്കുന്നത്. അവരുടെ പിന്തുണ സ്വാഭാവികമായും അവർ സ്വീകരിക്കില്ല എന്ന് പറയുന്നു. പക്ഷേ കോൺഗ്രസിന് അങ്ങനെ ഒരു ഇതില്ല. കുറേ കൂടി ഇൻക്ലൂസീവാണ്, വിശാലമാണ്. ഈ കാര്യത്തിൽ ആരുടെയും ജനാധിപത്യത്തിൽ പിന്തുണ സ്വീകരിക്കാമെന്നുള്ള സമീപനത്തിൽ തന്നെയാണ് ആ നിലയ്ക്ക് അവർ മുന്നോട്ട് പോകുന്നത്. നേതാക്കന്മാർ വ്യത്യസ്തരാണ് കേട്ടോ പലരും. പക്ഷേ എന്തായാലും ഇതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതു രീതി ഈ കാലത്തെല്ലാം. പക്ഷേ ഇപ്പോഴും ഈ സാമുദായിക നേതാക്കന്മാർക്ക് മറ്റൊരു തരത്തിൽ ഇടപെടാനുള്ള ഒരു അവസരം ഉണ്ടായാൽ അവർ ഇടപെടുകയോ അവരതിൽ അഭിപ്രായം പറയുകയോ ചെയ്യും. ഇതും കേരളത്തിൻ്റെ ചരിത്രത്തോളം പഴക്കമുള്ളത് തന്നെയാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഏറ്റവും കൗതുകകരമായ പ്രതികരണങ്ങൾ പലപ്പോഴും വരിക NSSൻ്റെ നേതൃത്വത്തിൽ നിന്ന് തന്നെയാണ്. NSSൻ്റെ നേതൃത്വത്തിൽ അതായത് മുമ്പ് കുറേ കൂടി, ഇപ്പോഴത്തേതുപോലെയല്ല, മുമ്പ് കുറേ കൂടി ഒരു അസാധാരണമായ സ്വാധീന ശേഷി ആ നേതൃത്വത്തിൻ്റെ വാക്കുകൾക്കുണ്ടായിരുന്നു. ആ മട്ടിൽ താഴെത്തട്ടിലേക്കും അത് പ്രയോഗവൽക്കരിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നാരായണ പണിക്കരുടെ കാലത്തൊക്കെ ആണെങ്കിലും അതിന് മുമ്പും ആണെങ്കിലും ഒക്കെ NSSൻ്റെ ഒരു നിലപാടിന് താഴെത്തട്ടിൽ വരെ പ്രസക്തി ഉണ്ടായിരുന്ന കാലമുണ്ട്. പക്ഷേ അന്ന് എല്ലായ്പ്പോഴും ആ നിലപാട് എന്നത് ഈ ഇരുപക്ഷത്തേക്കുമാണ്. ഒന്നുകിൽ LDFന് അനുകൂലമായ ചെറിയൊരു ചായ്വ്, അല്ലെങ്കിൽ UDFന് അനുകൂലമായ ചായ്വ്. ബഹുഭൂരിപക്ഷം വരുന്ന സമുദായ പ്രവർത്തകർ മിക്കവാറും കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നവരുമായിരുന്നു ആ കാലത്തെങ്കിൽ. പുതിയ കാലത്ത്, അതായത് 3 മുന്നണികളായി കാര്യങ്ങൾ ഇവിടെ മാറിയപ്പോഴേക്ക് കാര്യങ്ങളിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ. അതായത് നമ്മൾ കണക്ക് കൂട്ടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ BJP വോട്ടുകൾ എവിടെ നിന്നാണ്? നമുക്ക് സ്വാഭാവികമായും എല്ലാത്തെയും നമ്മൾ ഈ ഡെമോഗ്രഫി വെച്ച് പരിശോധിച്ച് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ ഏർപ്പെടുമ്പോൾ ആരാണ് ഏത് സാമുദായിക വിഭാഗങ്ങളാണ് അതത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നത് എന്നത് പരിശോധിച്ചാൽ സ്വാഭാവികമായും കേരളത്തിലെ സവർണ ഹിന്ദു വിഭാഗങ്ങളിൽ നിന്നാണ് ഏറ്റവും അധികം വോട്ട് തീർച്ചയായും BJPക്ക് പോകുന്നത്. അപ്പം മൊത്തം ആ ജനസംഖ്യ എത്രയുണ്ട്? നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് ഇത് പരിശോധിക്കേണ്ടത്. അപ്പോൾ മൊത്തം ജനസംഖ്യയിൽ എത്ര ശതമാനം BJPക്ക് വോട്ട് ചെയ്യുന്നു, BJPയുടെ ആകെ വോട്ട് ശതമാനം എത്ര, അതിലേക്ക് ഈ NSSൻ്റെ സംഭാവന എത്ര, അല്ലെങ്കിൽ ആ സമുദായ വിഭാഗങ്ങളിൽ നിന്നുള്ള സംഭാവന എത്ര എന്നത് നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ച് വന്നാൽ പിന്നെ പരിമിതമായ വോട്ടുകളെ അവർക്ക് ഇടതുമുന്നണിക്കായാലും UDFനായാലും പങ്കുവയ്ക്കാനുള്ളൂ. ഇതൊരു യാഥാർത്ഥ്യമാണ്. അവിടെ നിൽക്കുന്ന വോട്ടുകൾ ഉറച്ച വോട്ടുകളുമാണ്. ഇപ്പോൾ ഇടതുമുന്നണിയിൽ പതിവായി വോട്ട് ചെയ്യുന്ന സമുദായ വോട്ടുകൾ അവിടെ നിന്ന് ഒരിടത്തേക്കും പറയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതേക്കുറിച്ച് പഴയ മന്നത്തിൻ്റെ പ്രസംഗം മുതൽ ഇങ്ങോട്ട് പല കഥകളുമുണ്ടല്ലോ. അപ്പോൾ ആ വോട്ടുകൾ അവിടെ പറയില്ല, അത് ഉറച്ച വോട്ടുകളാണ്, അത് അവിടെ തന്നെ നിൽക്കും. UDFൻ്റെയും നേതൃത്വത്തിൽ അവിടെ തന്നെ നിൽക്കും. ഇപ്പുറത്ത് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന നേതൃത്വത്തിൽ തന്നെയുള്ള കുറേ ആളുകൾ അവിടേക്ക് വോട്ട് ചെയ്യും. പക്ഷേ അണികൾ അങ്ങനെ തീരുമാനിക്കണമെന്നില്ല. നമുക്ക് കൗതുകകരമായ ഒരു കാര്യം, ഈ സുകുമാരൻ നായർക്കെതിരെ സ്ഥിരമായി പോസ്റ്ററുകൾ പൊങ്ങുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ് ഇപ്പോഴും പോസ്റ്റർ വന്നിരിക്കുന്നത്. അത് ആരാണ് പോസ്റ്റർ? അതാണ് തീർച്ചയായും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പത്തനംതിട്ട ജില്ലയുടെ ചില പ്രദേശങ്ങളിൽ, ചങ്ങനാശ്ശേരിയുടെ ചില പ്രദേശങ്ങളിലൊക്കെ തന്നെയാണ്. പിന്നെ ഒരു എറണാകുളം ജില്ലയുടെ പ്രദേശങ്ങളിൽ ചിലയിടത്ത് ഇവിടേക്കാണ് സാധാരണ പ്രതിഷേധം ഉയരുക. പക്ഷേ സുകുമാരൻ നായരുടെ വാക്കിൽ ഇപ്പോൾ വോട്ട് ശതമാനത്തിൽ അത്രയധികം ഒന്നും ഇവർക്ക് സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് കരുതുന്നു.
വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. വെള്ളാപ്പള്ളി നടേശൻ ഉറപ്പായിട്ടും തോപ്പിക്കണമെന്ന് തീരുമാനിച്ചവരെല്ലാം ജയിക്കുന്നു എന്നുള്ളതാണ് പതിവായി കേരളത്തിലൊരു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആ നിലയ്ക്കല്ല വോട്ട് ചെയ്യുന്നത്. എവിടെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ സമുദായത്തിന്റെ വോട്ട് കിടക്കുന്നത്? ബഹുഭൂരിപക്ഷവും ഇടതുമുന്നണിയിലാണ് ആ വോട്ടുകൾ കിടക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അവിടെയും ആ സമുദായത്തിൽ നിന്നുള്ള കോൺഗ്രസിന് കിട്ടുന്ന വോട്ടുകൾ ഉറച്ചവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയിലേക്ക് ഒരു ചെറിയ ഒഴുക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആലപ്പുഴ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ചില ഒഴുക്ക്, അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയുടെ പ്രദേശങ്ങളിൽ, കൊല്ലം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ, ആറ്റിങ്ങൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ ആ നിലയ്ക്ക് ചില വോട്ടിൻ്റെ ഒഴുക്ക് അങ്ങോട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനെ പിടിച്ചു നിർത്താൻ ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ, അല്ലെങ്കിൽ അവരിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ തക്കവണ്ണമുള്ള ഒരു ഇടപെടൽ, ഇതൊക്കെ താൽക്കാലികമാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ ഇടപെടൽ വെള്ളാപ്പള്ളി നടേശൻ അറിയാതെയല്ല BDJS എന്നുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടായത്. BDJS എന്നുള്ള പ്രസ്ഥാനം BJPയുടെ രാഷ്ട്രീയ പരീക്ഷണമാണ്, അല്ലെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് എന്ന് അറിയാത്ത ആളല്ല വെള്ളാപ്പള്ളി നടേശൻ. BDJSന്റെ കൊടിയെടുത്ത് ആദ്യം വീശിയ ആൾ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അദ്ദേഹം ഞാൻ ഈ രാഷ്ട്രീയക്കാരനല്ല എന്ന് പറയും. മാത്രമല്ല ഏറ്റവും കൗതുകകരമായ പ്രസ്താവന ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടത്തിയിട്ടുള്ള ആളായിരിക്കും ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശൻ. എന്താണ്? ഞങ്ങളുടെ നിലപാട് അവസരവാദമാണ് എന്ന്. അങ്ങനെ അത് ഭയങ്കര കൗതുകകരമായ ഒരു പ്രസ്താവനയാണ്. അപ്പോൾ അങ്ങനെ നടത്തിയിട്ട് ആ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ അദ്ദേഹം എടുത്തിട്ടുണ്ട്. പക്ഷേ അതിനനുസരിച്ചാണോ കേരളം വോട്ട് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ സമുദായം വോട്ട് ചെയ്യുന്നത് അല്ല. ഇപ്പുറത്തെ സുകുമാരൻ നായർക്ക് പക്ഷേ സുകുമാരൻ നായരുടെ പൊസിഷനിൽ വേറൊരു കാര്യമുണ്ട്. അതായത് വിസിബിലിറ്റി ഒരു പ്രധാന ഘടകമാണ്. ഓരോ സമുദായത്തിനും സമുദായ നേതൃത്വത്തിലുള്ള വിസിബിലിറ്റി ഒരു പ്രധാന ഘടകമാണ്. അത് സുകുമാരൻ നായർക്ക് അറിയാം. തീർച്ചയായും അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സമുദായം തീർച്ചയായും ഒരു സംശയവും വേണ്ട ഈ ഇടതുമുന്നണി സർക്കാരിനോട് നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ളതുകൊണ്ട് കൂടിയുണ്ട്. കാരണം എന്താണെന്നറിയോ? EWS ഇത്രയും വിശാലമായി തൊട്ടടുത്ത് നടത്താൻ പോകുന്ന നമ്മുടെ ചർച്ചാ വിഷയം അത് തന്നെയാണ്. അപ്പോൾ EWS ഇത്രയും വിശാലമായി നടപ്പാക്കിയിരിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. അതിനപ്പുറത്ത് സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ നിലപാടിനെ അദ്ദേഹം ഉറപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സമുദായ അംഗങ്ങളോട് കൂടുതലൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നാളെ ഇത് വിശദീകരിക്കുക പോലും വേണ്ട. അവർക്ക് പോലും അറിയാം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞങ്ങൾ പിന്തുണയ്ക്കേണ്ടത് എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. പക്ഷേ അവിടെ പിന്തുണയ്ക്കാൻ, അതുകൊണ്ട് ഇടതുമുന്നണിയെ പിന്തുണയ്ക്കാം എന്ന് പറഞ്ഞ് നിൽക്കാൻ നായർ സമുദായത്തിനുള്ളിൽ അധികം വോട്ടുകളില്ല. ആ വോട്ടുകൾ പതിവായി BJPക്ക് പോകുന്ന വോട്ടുകളാണ്. ആ വോട്ടുകൾ അങ്ങനെ തന്നെയാണ് നിൽക്കാനും സാധ്യത. ഇതാണ് യാഥാർത്ഥ്യം. പക്ഷേ തീർച്ചയായും ഒരു ഏറ്റവും ചെറിയ ശതമാനത്തിൻ്റെയും പിന്തുണ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നിർണായകമാണ്. പ്രത്യേകിച്ച് ഒരു മൂന്നാം ടേമിന് വേണ്ടി ഉള്ള ഒരു മുന്നേറ്റത്തിലേക്ക് ഇടതുമുന്നണി പോകുന്നു എന്ന പ്രതീതി നിലനിൽക്കുക, അല്ലെങ്കിൽ അവർ ആ ആഗ്രഹം പ്രകടിപ്പിച്ച് നിൽക്കുക, സ്വാഭാവികമായും ആ പിന്തുണയും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പിന്തുണ അവർ ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് പോകും. അതിൽ സുകുമാരൻ നായരുടെ നിലപാട് ആ തെരഞ്ഞെടുപ്പ് കാലം വരെ ഒരുപക്ഷെ പ്രതിഫലിച്ചേക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് NSS ഒരു തുറന്ന ഇടത് അനുകൂല നിലപാട് പരസ്യമായി എടുക്കുന്നത്. മുമ്പൊക്കെ ഇവർക്ക് NSSന്റെ ഒരു പതിവ് രീതി, നേതൃത്വത്തിന്റെ പതിവ് രീതി, അങ്ങനെ ഒരു നിലപാടെടുക്കണമെങ്കിൽ സമദൂരത്തിലെ ശരിദൂരം എന്നതായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഈ സമയത്ത് മാധ്യമങ്ങളടക്കം ചിലപ്പോൾ മറന്നുപോയെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സമീപനം അവർക്കുണ്ടായിരുന്നു. അനുകൂല നിലപാട് പരസ്യമായി എടുക്കുന്നത് EMS സർക്കാരിനെതിരെ വിമോചന സമരം നയിച്ച NSSന്റെ ഇപ്പോഴത്തെ ഈ ഇടതനുകൂല നിലപാട് പ്രഖ്യാപനം നാളെ പെരുന്നയിൽ നിന്ന് കുറെ കൂടി ഉറക്കെ വരുമോ എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. സമുദായ ആചാര്യൻ്റെ സ്മൃതി മണ്ഡപത്തിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം വാർഷിക ബജറ്റ് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സുകുമാരൻ നായരുടെ നയപ്രഖ്യാപനം എന്തായിരിക്കും? അതോ ആ പ്രഖ്യാപനത്തിലും അവസാന നിമിഷം ട്വിസ്റ്റുകൾ കാത്തുവച്ചിട്ടുണ്ടോ? രാഷ്ട്രീയ കേരളത്തിൻ്റെ മുഴുവൻ കണ്ണും നാളെ പെരുന്നയിലേക്കായിരിക്കും. എന്തായാലും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും ഇതേ ചുറ്റിപ്പറ്റി തന്നെയായിരിക്കും കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ച എന്നതിൽ സംശയമില്ല. രാഷ്ട്രീയമായി അതെങ്ങനെ വികസിക്കുമെന്നത് അറിയാൻ നമുക്ക് കാത്തിരിക്കാം.